ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ ഞാൻ റീൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് എൻ്റെ കണ്ണിൽ പെട്ടത്. റീലിൻ്റെ അകത്ത് നമ്മുടെ ശാരിക ഉണ്ടല്ലോ, മൈൽ സ്റ്റോൺ മേക്കർ ആങ്കർ. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു പ്രഗ്നൻസിയുടെ എക്സ്പീരിയൻസ്, ആ ഹോസ്പിറ്റലിലെ എക്സ്പീരിയൻസ് പുള്ളിക്കാരി ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജാണ് കേട്ടോ. അപ്പം അതിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്, പുള്ളിക്കാരിക്ക് സി സെക്ഷൻ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ പുള്ളിക്കാരി ഇങ്ങനെ PV ചെയ്ത് കൊല്ലുന്ന അവസ്ഥയിൽ വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടും വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു പുള്ളിക്കാരുടെ ഡെലിവറി എന്നൊക്കെ. ശരിക്കും എനിക്കത് കേട്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രഗ്നന്റ് ലേഡി എന്നൊരു നിലയ്ക്കാണ് സംസാരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഹോസ്പിറ്റലിലെ നമ്മുടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ നേഴ്സസ് ആയിക്കോട്ടെ, ഇവർ മാത്രമേ നമ്മുടെ കൂടെ ലേബറിൻ്റെ ആ ഒരു പെയിൻ സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിലും നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. ആ സമയത്ത് അവരായിരിക്കുമല്ലോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ആ സമയത്ത് അവർ നമ്മളെ തെറി പറയുകയോ അല്ലെങ്കിൽ അവർ നമ്മളത് മോശമായിട്ട് സംസാരിക്കുകയോ ചെയ്താൽ നമ്മൾ തിരിച്ച് എന്ത് നമ്മൾ ചെയ്യും? എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? കാരണം ശാരിക അതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ മോശമായ രീതിയിലുള്ള അസഭ്യങ്ങളൊക്കെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ നേഴ്സന്മാരും അതുപോലെ തന്നെ ബാക്കി അവിടെ സ്റ്റുഡൻസായിട്ട് പഠിക്കാൻ വരുന്ന ഈ കുട്ടികളും അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ശരിക്കും എന്ത് മോശപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ച് ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ കൂടുതലും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ ഇതുപോലുള്ള ലേബറിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി സെലക്ട് ചെയ്യാത്തത് ഈവൻ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇത് ശാരിക മാത്രമല്ല, പല ആൾക്കാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ലേബർ സമയത്ത് ആ ഒരു വേദന വരുമ്പോൾ വളരെ വൾഗറായിട്ടുള്ള കാര്യങ്ങൾ പറയുക, വളരെ മോശമായി സംസാരിക്കുക, വളരെയധികം തെറി പറയുക, ഇതൊക്കെയാണ് നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ, ഡോക്ടേഴ്സ് പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു, നേഴ്സസ് ഇതൊക്കെ പറയുന്നുണ്ടെന്ന് പല പ്രഗ്നന്റ് ലേഡീസും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ തുറന്നാരും അങ്ങനെ സംസാരിക്കുന്നില്ല, ഇതിനെക്കൊന്നും ചർച്ചയാവുന്നതുമില്ല. ദിയ കൃഷ്ണയുടെ കേസ് വന്നല്ലോ. അപ്പം അതിനൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും കൂടെ ആ ഒരു ഡെലിവറി ടൈമിൽ അവരുടെ ഫാമിലി ഫുള്ളുണ്ടായിരുന്നു. ശരിക്കും ഒരു സാധാരണക്കാരന് അത് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല അല്ലേ? ഒരിക്കലും ഒരു സാധാരണക്കാരന് അങ്ങനെ കൂടെ പോയി നിൽക്കാനോ വൈഫിൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവായിട്ട് നിൽക്കാനൊന്നും ഒരു സാധാരണക്കാരനെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഈ സിസ്റ്റം ആക്കിയാൽ എന്തായിരിക്കും? നല്ല കാര്യമല്ലേ ഇത്? ശരിക്കും ആ സമയത്ത് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് വേണ്ടതല്ലേ? ചിലപ്പോൾ ചില ആൾക്കാർ ഇതിനെക്കുറിച്ച് വിമർശിക്കുമായിരിക്കും, ഐ ഡോണ്ട് കെയർ. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം ഇതാട്ടോ, നമുക്ക് ആ സമയത്ത് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസോ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കും മനസ്സിനൊരു കട്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു സമാധാനം ഒക്കെ അല്ലേ കിട്ടുന്നത് അതിൽ കൂടെ. കൂടുതൽ ആൾക്കാരെ ഇതുകൊണ്ടായിരിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ പേടിക്കുന്നത്. ഈ ശാരിക പറഞ്ഞ പോലുള്ള തെറികളും അതുപോലെ തന്നെ വളരെയധികം മോശമായി അവരോട് സംസാരിക്കുക, ആ ഒരു പെയിൻ എന്ന് പറയുമ്പോൾ പീക്ക് ലെവൽ പെയിനാണ്. ആ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള തെറികളൊക്കെ കൂടെ നിൽക്കുന്ന നേഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ പറയുമ്പോൾ എന്തുമായിരിക്കും അവസ്ഥ? തകർന്നു പോകാം എന്ന് വേണമെങ്കിൽ പറയാല്ലേ. ആ സമയത്ത് ആ വേദനയെ സഹിക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്തുമില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ ഞാൻ തിരിച്ച് മറുപടി പറയും. നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിലുള്ള ആൾക്കാരുടെ തെറിയും ബാക്കി കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും കേൾക്കേണ്ട ആവശ്യമില്ല. സാധാരണക്കാരന് ഈ ദിയ കൃഷ്ണയുടെ ഡെലിവറി പോലെയോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവായിട്ട് പൈസ ഇല്ലാത്തവൻ എന്തായാലും ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കത്തില്ല അല്ലേ? അവരെപ്പോഴും ഗവൺമെൻറ്റിനെ മാത്രമേ ആശ്രയിക്കത്തുള്ളൂ. പക്ഷെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഈ സ്വീറ്റ് റൂമോ അല്ലെങ്കിൽ ബർത്ത് കമ്പാനിയനോ അങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ ഉള്ള ഒരു സാധാരണക്കാരൻ്റെ ആ ഒരു സമാധാനം എന്ന് പറയുന്നത് വലിയ വലുതല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ല കാര്യമായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാ പ്രഗ്നന്റ് ലേഡീസും, അത്യാവശ്യം എല്ലാ ആൾക്കാരും ഒരു
95% ആൾക്കാരും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു ഡെലിവറി ടൈമിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡായിരിക്കും കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്, ഹസ്ബൻഡ് കൂടെ വേണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന സ്ത്രീകളായിരിക്കും അല്ലേ. പക്ഷെ അതിന് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും കൂടെ ഈ ഒരു സംഭവം കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം.